ഈ കേസ് റിപ്പോർട്ടായത് തന്നെ സംഭവം കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടാണ്. അതാണ് ഈ കേസിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടത്. കാരണം ഇതിൽ നിന്ന് മോഷണ വസ്തുക്കൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരുപാട് സാവകാശം പ്രതിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വെല്ലുവിളി തന്നെയായിരുന്നു ഇത് കണ്ടെത്തുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു പ്രൊഫഷണൽ ടച്ചുള്ള ഒരു മോഡസാണ് ഇതിലുണ്ടായത്. അപ്പോൾ ഒരു പ്രൊഫഷണൽ കള്ളൻ എന്നുള്ള രീതിയിൽ നമ്മൾ തമിഴ്നാട്, സൗത്ത് ഇന്ത്യ മുഴുവനുള്ള ഇത്തരം കേസുകളിലെ ആളുകളെ വെരിഫൈ ചെയ്തു. അത്തരം ആളുകളൊന്നും ഇവിടെ എത്തിയിട്ടില്ല എന്ന് മനസ്സിലായി. പിന്നീടാണ് നമ്മളെ നാട്ടിലെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അന്വേഷണം വന്നത്. ഏകദേശം ഒരു രൂപം കിട്ടിയപ്പോൾ ആ രൂപത്തിലുള്ള ഒരുപാട് പേരെ, നമ്മളിപ്പോൾ ഇത് പറഞ്ഞ പോലെ ഈ ഒരു മുൻഭാഗം കഷണ്ടിയുള്ള ഒരാളാണെന്ന് മനസ്സിലായപ്പോൾ ഈ ഏരിയയിൽ, ഈ മലവട്ടത്തിന് ചുറ്റുപാടുള്ള അത്തരം രൂപസാദൃശ്യമുള്ള മുഴുവൻ ആളുകളെയും നമ്മൾ വെരിഫൈ ചെയ്തു. അങ്ങനെ നെക്സ്റ്റ് ഒരു വിഷ്വലും കൂടെ കിട്ടിയപ്പോൾ ഇയാളുടെ രൂപവുമായിട്ട് ഒരു സാമ്യമുണ്ടായി. അങ്ങനെയാണ് ഇയാളെ മിനിഞ്ഞാന്ന് നമ്മൾ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുന്നു. മിനിഞ്ഞാന്ന് രാത്രി മുഴുവൻ ചോദ്യം ചെയ്തു, പക്ഷേ അഡ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ രാവിലെ വീണ്ടും അയാളെ വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. വിളിച്ച് വന്ന് ഇന്നലെ വൈകുന്നേരമാണ്, വൈകുന്നേരം വരെയുള്ള ചോദ്യം ചെയ്യലാണ് ഈ കേസ് അയാൾ അഡ്മിറ്റ് ചെയ്തത്. ഈ ഫിംഗർ പ്രിന്റ് കാണിച്ചപ്പോഴാണോ പ്രതി കുറ്റസമ്മതം നടത്തുന്ന രീതിയിലേക്കൊക്കെ വന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല. പ്രതി ഫിംഗർ പ്രിന്റ് മാച്ച് ചെയ്തപ്പോഴും അയാളെ നിഷേധിക്കാനാണ് ശ്രമം ഉണ്ടായത്. അല്ലാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇല്ല, ന്യായീകരണം അയാൾ അത്ര ഒരു തുറന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലല്ലായിരുന്നു വൈകുന്നേരം വരെ. അയാൾ വളരെ റിസർവായിട്ട് ചോദിച്ചതിന് മാത്രം ഉത്തരം പറയുക, എല്ലാം നെഗറ്റീവായിട്ട് നിഷേധിക്കുക, അത്രേ ഉള്ളൂ. ഞാനല്ല, ആദ്യഘട്ടത്തിലൊക്കെ എങ്ങനെയായിരുന്നു. അവസാനമാണ് നമ്മൾ എല്ലാ പ്രൂഫും അയാൾക്ക് നിരത്തിയപ്പോൾ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഈ സംഭവം ഉണ്ടായതിന് ശേഷം ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. പോലീസ് എത്തുന്നതിന് മുമ്പ്, ഇയാളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇയാൾ വീട്ടിൽ തന്നെയല്ല, വീടിൻ്റെ തൊട്ടടുത്താണല്ലോ ഈ സംഭവ സ്ഥലം. ഇയാൾ കണ്ണൂർ പോയിട്ടുണ്ട്, തലശ്ശേരി പോയിട്ടുണ്ട്, ഇങ്ങനെ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. പുതിയൊരു ടൗണിൽ അങ്ങനെ വീട്ടിലായിട്ട് അടച്ചിട്ടിരുന്നിട്ട് ഒരു സ്വഭാവമല്ല. ഈ പ്രദേശങ്ങളിലൊക്കെ പോലീസ് വരുന്നതും പോകുന്നതൊക്കെ അയാൾ കാണുന്നുണ്ട്. അങ്ങനെ ആയിരിക്കും, അതായിരിക്കും രണ്ടാമത്തെ ഒരു ഒഫൻസ് ചെയ്യാനുള്ള സാധ്യത. ഇയാളുടെ വീട്ടിൽ ഭാര്യയും മക്കളും അമ്മയും ഒക്കെ ഉണ്ടല്ലോ. ഇത്രയും അധികം ക്വാണ്ടിറ്റിയുള്ള സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇവരുടെ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? അവരെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല ഇന്നലെ. വീട്ടിലൊരു ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് ഭാര്യയൊന്നും ചോദ്യം ചെയ്യാൻ ഇന്നലെ പറ്റിയിട്ടില്ല. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായത്, ഇദ്ദേഹം പറഞ്ഞത് രാത്രി അവർ ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് പോയതാണ് മനസ്സിലായത്. അങ്ങനെയാണ് പറഞ്ഞത്. അത് ശരിയാണോ? അതെ. മോഷണം മുതൽ ആ ചെലവഴിക്കുന്നതിൽ നിന്ന് ഒരു സീനാണ് നമുക്ക് വിഷ്വൽസ് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയത്. ഇതിനടുത്ത് തന്നെ ഒരു പ്രദേശത്തുള്ള വിഷ്വൽസ് ചെറുത് കിട്ടിയത്. അയാൾ ക്യാമറ അവോയ്ഡ് ചെയ്ത് പോയതാണ്. പക്ഷേ ഒരു ക്യാമറയിൽ ഒരു പാർഷ്യൽ നമുക്ക് കിട്ടി. അത് ഈ ഡിലേ ആക്കാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കിയത്. അല്ല, റോഡിലേക്കൂടെ അല്ല പോയത്. അല്ല, ആ ഒരു ചെറിയ വഴിയുണ്ട്, അതിലേക്കൂടെ പോയത്. എവിടെയൊക്കെയാണ് CCTV ഉള്ളത് ഇല്ലാത്തത് എന്ന കാര്യങ്ങളൊക്കെ അല്ല, ഈ പ്രദേശത്തുള്ള കൃത്യമായിട്ട് അറിയാം. നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം. അതുകൊണ്ടായിരിക്കും അയാൾ ക്യാമറ ഇല്ലാത്ത ഭാഗത്തേക്കൂടെ പോയത്. ചാക്കിലാണ്. രണ്ടും അവിടെ നിന്ന് എടുത്ത സഞ്ചികളാണ്, അതേ വീട്ടിൽ നിന്ന്. അതെ, സ്ക്രൂ ചെയ്തിട്ട് ബെൽഡ് ചെയ്തിട്ട് സ്ക്രൂ ചെയ്ത് വെച്ചതാണ്. ഇത് കട്ടിൽ മറിച്ചിട്ടാൽ അതിൽ നിന്ന് പോകാൻ സാധ്യത. അല്ലല്ല, ഈ സാഹചര്യത്തിൽ ഉണ്ടാക്കിയതാണെന്നാണ് മനസ്സിലായത്. പ്രാഥമികമായി നമുക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അയാളെ ചോദ്യം ചെയ്തപ്പോഴും അതാണ് പറഞ്ഞത്. പിന്നെ ഇല്ല, അതിലൊരു വ്യക്തത വരുത്താനുണ്ട് നമുക്ക്. അത് കുറച്ചും കൂടെ അയാളോട് ചോദിക്കേണ്ടതുണ്ട്. ഈ ലോക്കർ പ്രത്യേക രീതിയിൽ മാത്രമേ തുറക്കാൻ കഴിയൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ 40 മിനിറ്റിനുള്ളിൽ ഈ പ്രതി ലോക്കറൊക്കെ ഇത്ര പെട്ടെന്ന് തുറന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ? ഇയാൾ ഈ ലോക്കർ സ്വന്തമായി ഉണ്ടാക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു വെൽഡറാണ് ഇയാൾ ഇത് ലോക്കർ ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ലോക്കറിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ടെക്നിക്സും ഇയാൾക്ക് അറിയുന്ന ഒരാളാണ് ഇയാൾ. അറിയാം. അയാൾ വളരെ ഈസി ആയിട്ട് തുറന്നതാണ് പറഞ്ഞത്. ഈ 19-ാം തീയതിക്ക് മുമ്പ് തന്നെ ഒരുപക്ഷെ ഇതിൻ്റെ ആസൂത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മോഷണം നടത്തണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ ഇയാൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. ഇൻറ്റൻഷനെ കുറിച്ച് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, ഈ 19-ാം തീയതിയാണ് ഇയാൾ പോകുന്നത്. അപ്പോൾ 2 ദിവസം വീട്ടിൽ ലൈറ്റ് ഇല്ലാത്തപ്പോൾ രാത്രി ആളില്ലാന്ന് സ്വാഭാവികമായിട്ട് മനസ്സിലാവും. ഇല്ല, അത് അറിഞ്ഞതായിട്ട് അയാൾ പറഞ്ഞിട്ടില്ല. അയാൾ വീട്ടിൽ ലൈറ്റ് ഇല്ലാത്തപ്പോൾ വീട്ടിൽ ആളില്ല എന്നുള്ള ധാരണയിൽ പോയതാണ്. പക്ഷേ അത്രയും മനസ്സിലാക്കി ഉണ്ടാവാമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് കൂടുതൽ ചോദിച്ചാലേ പറയാൻ പറ്റും. അതെ. അന്ന് സ്വർണ്ണം എടുത്തിട്ടില്ല. അന്ന് അദ്ദേഹം ഈ ഒരു ഉളി ഉണ്ടായിരുന്നു, അയാൾ മിസ്സായി പോയത്. അതെടുക്കാനാണ് വന്നതെന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് സമയം അയാൾ പേടിച്ചിട്ടാണ് പെട്ടെന്ന് ഇറങ്ങിപ്പോയതാണ്. അയാളെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായി. അത് അയാൾക്ക് കിട്ടിയില്ല. അല്ലല്ല, ഉളിയിൽ നിന്നല്ല ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടില്ല. അത് ഒരു തുണി വെച്ചിട്ടാണ് അയാൾ പിടിച്ചത്. വീട്ടിൽ ഫിംഗർ പ്രിന്റ് ഒന്നും കിട്ടിയില്ല. വീട്ടിലെ ഫിംഗർ പ്രിന്റ് കുറച്ച് ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം വെരിഫൈ ചെയ്തിട്ടില്ല.
അത് ഇൻമേറ്റ്സിൻ്റെ വീട്ടുകാരുണ്ട്, അവിടെ ജോലിക്ക് വരുന്നവരുണ്ട്, അതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ പ്രോസസ്സിങ് നടന്നു വരുന്നേ ഉള്ളൂ. അത് അതിൻ്റെ ഇന്നലെ സൺഡേ ആണല്ലോ, അപ്പോൾ ഇത് അത്രയും പോയിട്ടില്ല. അല്ല, കൃത്യമായി ഉളിയൊക്കെ ഈ തുണി വെച്ച് പിടിച്ച് അങ്ങനെ കൃത്യമായ രീതിയിലുള്ള ഒരു പ്ലാനിങ്ങും അതെ 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 ഇതിനെപ്പറ്റി നോളജ് ഉണ്ട്, നല്ല നോളജ് ഉണ്ട് അയാൾക്ക്. അതെ 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 അല്ല, ബാക്കി എവിടെയും കൊണ്ടുപോയിട്ടില്ല. അത് അവരുടെ ഒരു കാൽക്കുലേഷനിൽ പറ്റിയ പിഴവാണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. കാരണം എമൗണ്ടിൻ്റെ കാൽക്കുലേഷനും തെറ്റാണെന്ന് മനസ്സിലായല്ലോ. ഒരു കോടി എന്നാണ് പരാതി ഉണ്ടായത്, എക്സ്ട്രാ എമൗണ്ട് വന്നല്ലോ. അത്രയും അല്ല, ലോക്കർ ഉണ്ട് എന്നൊക്കെ മുൻകൂട്ടി അറിയില്ല. ലോക്കറിൻ്റെ കീ കണ്ടപ്പോൾ അയാൾക്ക് അത് മനസ്സിലായി ലോക്കർ ഉണ്ടെന്ന്. കാരണം അയാൾക്ക് ലോക്കറുമായിട്ട് നല്ല ഫെമിലിയർ ആണ് അയാൾ. അതെ അതെ ലോക്കറിൻ്റെ കീ കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി ലോക്കർ ഉണ്ട്. അപ്പോൾ ലോക്കർ അയാൾ ബ്രേക്ക് ചെയ്തു. അയാൾ പ്രതീക്ഷിക്കാത്ത പൈസ അവിടെ കിട്ടി. പിന്നെ ഇയാൾ എത്ര വർഷമായെന്ന് കൃത്യമായിട്ട് സുമേഷിന് അറിയാം. എത്ര വർഷമായിട്ട് താമസിക്കുന്നത് ഇയാളെ ഇവിടുത്തുകാരനാണ് ഇയാൾ. പ്രവാസിയില്ല, 3 വർഷം മാത്രം അയാൾ 2009 വരെ 2006 to 2009 3 വർഷം ഗൾഫിൽ ഇയാൾ വർക്ക് ചെയ്തിരുന്നു. പിന്നെ അവിടെ അത്ര ശരിയല്ലാത്തതുകൊണ്ട്, വർക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് പിന്നീട് വിസ പുതുക്കിയിട്ടില്ല, നാട്ടിലേക്ക് വന്നു ഈ വെൽഡിംഗ് ജോലി ചെയ്തു വരുന്നു. ഞാൻ പറഞ്ഞല്ലോ മനോജ്, ഒരുപാട് പറഞ്ഞതാ. പോലീസ് ഞാൻ പറഞ്ഞില്ലേ, പോലീസിൻ്റെ ഈ റിപ്പോർട്ടായ അന്ന് മുതൽ ഈ 25 അംഗ സംഘം വിവിധ സ്ഥലങ്ങളിലായിട്ട്, അതായത് ഞാൻ ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ ഡോഗ് പോയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ച് കോഴിക്കോട് മുതൽ മംഗലാപുരം വരെയുള്ള ടവർ ഡംപ് നമ്മളെടുത്തു. എവിടെയെങ്കിലും ഒരു സംശയകരമായ കോൾ പോയിട്ടുണ്ടോ, ഒരു ടവർ ഡംപ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഏത് സെൽ ഐഡിൻ്റെയും കിട്ടും നമുക്ക്. അതിൽ ഏതെങ്കിലും ഒരു കോള് പോയിട്ടുണ്ടോ, അത് സെയിം, അതായത് മാച്ച് ചെയ്യുന്നുണ്ടോ. നമ്മൾ ഇപ്പം മംഗലാപുരത്തെ ഒരു കോളും കണ്ണൂരെ ഒരു കോളും മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ കണ്ണൂർ വന്നിട്ട് മനസ്സിലാവും. അങ്ങനെ ടവർ ഡംപ് എടുത്തിട്ട് പരിശോധിച്ചു. അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. അതുപോലെ ക്യാമറകൾ, ഈ പ്രദേശങ്ങളിലെ മുഴുവൻ ക്യാമറകളും പരിശോധിച്ചപ്പോഴാണ് പറഞ്ഞാൽ 5 ദിവസം കഴിഞ്ഞിട്ട് റിപ്പോർട്ടായതുകൊണ്ട് ബാക്കപ്പ് കിട്ടാൻ വളരെ പ്രയാസമാണ്, കുറച്ച് ഡിലേ ആയത്. അതുകൊണ്ട് നമ്മളെല്ലാ ക്യാമറകളും കോപ്പി ചെയ്തത്. കാരണം ഒരു ക്യാമറ പരിശോധിക്കാൻ ഒരു ദിവസം ഫുള്ള് വേണം. അപ്പോൾ എല്ലാം കോപ്പി ചെയ്തെടുത്തു. ക്യാമറ പരിശോധന പിന്നീടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആണ് കുറച്ച് ദിവസം നമുക്ക് വൈകിയത്. ക്യാമറ ഓരോ ദിവസം വിവിധ ടീമുകളായിട്ട് ഈ ഹാളിൽ നിന്നും ക്യാമറ, ലാപ്ടോപ്പ് പരിശോധിക്കുകയായിരുന്നു ഓഫീസിൽ നിന്ന്. ഇത് ഫോൺ രേഖകൾ എന്ന് പറഞ്ഞാൽ ഇയാളുടെ നമ്മൾ പരിശോധിച്ചപ്പോൾ അന്നത്തെ ദിവസം ഇയാളുടെ ഫോണിൽ കോളേ വന്നിട്ടില്ല. മേ ബി സ്വിച്ച് ഓഫ് ആവാൻ സാധ്യതയുണ്ട്. അതെ അതെ ഈ വിഷ്വൽസ് ഉണ്ടല്ലോ നമുക്ക്, അതൊരു പകച്ചു നിൽക്കുന്നു പറയാൻ പറ്റില്ല. അയാളുടെ ഒരു ബോഡി ഫിഗർ, ആ വിഷ്വൽസ് നമുക്ക് ഏകദേശം നിർണായകമാണ്. കസ്റ്റഡിയിൽ നിന്നുള്ള ഒരു കള്ളന്മാരുടെ ലിസ്റ്റ് നമ്മൾ മൊത്തം എടുത്തു. ഓൾ ഇന്ത്യ ബേസിൽ കസ്റ്റഡിയിൽ നേരത്തെ പിടിക്കപ്പെട്ട കള്ളന്മാരെയൊക്കെ ലിസ്റ്റ് എടുത്ത് വെരിഫൈ ചെയ്തിരുന്നു. അതിലൊന്നും ഫിംഗർ പ്രിൻ്റ് ഇതിൽ മാച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവരുടെ ടവർ നമ്പർ എടുത്തു, അവരുടെ CDR എടുത്തു. ആരെങ്കിലും കേരളത്തിൽ വന്നോ നോക്കി. ഒരു കള്ളൻ വടകര വരെ വന്നിട്ടുണ്ടായിരുന്നു, അയാളെ വെരിഫൈ ചെയ്തു. അയാൾ തൃശ്ശൂരുണ്ടായിരുന്നു, പക്ഷേ അയാൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ഓൾ സൗത്ത് ഇന്ത്യ മുഴുവനുള്ള ഇതേ മോഡസുള്ള ആൾക്കാരെ വെരിഫൈ ചെയ്തു. സംശയിച്ചിരുന്നു. കാരണം അല്ല ഇവിടെ നിന്ന് തന്നെ ഇയാളെ ഇവിടെ ഫസ്റ്റ് ദിവസം ഇവിടെ വിളിച്ചു വരുത്തുമായത്. 2ാം ദിവസം അയാൾ വരാൻ പറഞ്ഞു. അങ്ങനെ ഇന്നലെ രാവിലെ മുതൽ ഇവിടെ ചോദ്യം ചെയ്തു. ഇന്നലെ രാവിലെ മുതൽ നമ്മളെ കസ്റ്റഡിയിലായിരുന്നു. പോലീസിന് മനസ്സിലായെന്ന് അറിഞ്ഞതിന് ശേഷം ഇയാൾ മുങ്ങിയിട്ടൊന്നുമില്ല. പോലീസിന് മനസ്സിലായെന്ന് ഇയാൾക്ക് മനസ്സിലായിട്ടില്ല. ഇല്ല മനസ്സിലായിട്ടില്ല. അല്ല, ആദ്യത്തെ ദിവസം അയാൾക്ക് മനസ്സിലായിട്ടായാലും മുങ്ങുന്നു. ഇല്ല, അയാളെ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അയാൾ ആ ഭാഗത്ത് വന്നായിട്ട് ഇല്ല, അയാളെ ആ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല. അയാൾ കണ്ടിരുന്നു പോലീസ് വരുന്നതൊക്കെ. പക്ഷേ അയാൾ സ്ഥലത്ത് സാധാരണ നോർമലായിട്ട് അയാൾ ടൗണിലേക്കൊക്കെ പോയി. അയാൾ സ്കൂട്ടർ ഇട്ട് അത് വെച്ച് പോയി വന്നു. ഇല്ല, ഒന്നും പറഞ്ഞില്ല. ആദ്യം ചോദ്യം ചെയ്തപ്പോൾ ഇയാളെ സംശയം ഉണ്ടായിരുന്നു. ചോദ്യം ചെയ്തപ്പോൾ നമുക്ക് ഈ ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ ചോദ്യം ചെയ്തത്. ഈ ഒരു ഫിഗർ ഉണ്ടല്ലോ, വിഷ്വൽസ്, അത് വെച്ചിട്ടാണ് ഫസ്റ്റ് ഡേ ക്വസ്റ്റ്യൻ ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് ലേറ്റ് നൈറ്റ് വരെ ചോദ്യം ചെയ്തു. പിന്നെ നമ്മൾ അയാളെ കസ്റ്റഡിയിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് അയാൾ പോയിക്കോളാൻ പറഞ്ഞു. നമുക്കൊരു ഡൗട്ട് അന്നും ഉണ്ടായിരുന്നു. ഒരു ഡൗട്ട് ഉണ്ട് എന്നുള്ളത് കാര്യം നമ്മൾ അയാളോട് നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല. അയാൾ പിടിക്കപ്പെടില്ല എന്നുള്ള ഒരു കോൺഫിഡൻസിലായിരുന്നു. പിടിക്കപ്പെടില്ല എന്നുള്ള കോൺഫിഡൻസിലാണ് അയാൾ ഇന്നലെയും അവിടെ പ്രസന്റ് ഉണ്ടായത്. അങ്ങനെ പറയാൻ പറ്റില്ല, അത് ശരിയല്ല പറയുന്നത്. നമ്മൾ ആരെയൊക്കെ സംശയിക്കുന്നു അങ്ങനെ പറയാൻ പറ്റില്ല. ഇല്ല, തിരിച്ചറിയൽ പരേഡിൻ്റെ കാരണമില്ല. കാരണം മനോജ് മൈലെല്ലാം ഫോട്ടോ കൊടുത്തു ഓൾറെഡി അവരുടെ വിഷ്വൽസിൽ. ഇനി തിരിച്ചറിയാൻ പറഞ്ഞാൽ അതിൽ പ്രാധാന്യമില്ല.